BJP സമരത്തിനെതിരായ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഡൽഹി മെട്രോയുടെ എയർപോർട്ട് ലൈൻ സ്റ്റേഷനുകളും അടച്ചു. ശിവാജി സ്റ്റേഡിയം അടക്കം 3 സ്റ്റേഷനുകളാണ് അടച്ചത്. ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തു. അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഗൂഗിൾ പേ അടക്കം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലും തടസ്സം നേരിടുന്നുണ്ട്. ശരത്ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. ശരത്ത്, ഈ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു. പക്ഷേ മെട്രോ സ്റ്റേഷൻ അടച്ച നടപടിയിൽ കോടതി തന്നെ ഇടപെട്ട് അടപ്പിച്ചതൊക്കെ തുറപ്പിച്ചത് ഇന്നലെ നമ്മൾ കണ്ടു. പക്ഷേ വീണ്ടും സമാനമായ നടപടി ഉണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് സേലക്ഷ്മി. അതുതന്നെ കാരണം എന്ന് പറഞ്ഞാൽ കോടതിയെ അടപ്പിച്ചത് തുറപ്പിക്കുകയും അതേശേഷം വീണ്ടും അടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ന്യൂഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്ന് എയർപോർട്ട് ടെർമിനൽ 3ലേക്ക് പോകുന്ന മെട്രോ ഓറഞ്ച് ലൈനാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. കാരണം ആ ഓറഞ്ച് ലൈൻ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ എത്തുന്നു എന്ന ഒരു സംശയം പ്രകടിപ്പിച്ച തുടർന്നാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. അത് കൊണോട്ട് പ്ലേസിൻ്റെ അടുത്തുള്ള ശിവാജി സ്റ്റേഡിയം, അതേപോലെ തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് മെട്രോ തുടങ്ങുന്നത്. അവിടെ റെസ്ട്രിക്ഷൻ എൻട്രി ആക്കിയിട്ടുണ്ട്. ധോളക്കോവ ഈ 3 സ്റ്റേഷനിലാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 16 മെട്രോ സ്റ്റേഷനിലും പൊതുജനങ്ങൾക്ക് ഉള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഡൽഹി പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു കാര്യം, ഈ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് ഇപ്പോഴും ന്യൂഡൽഹി ഏരിയയിൽ ജന്തർ മന്ദർ, ജനപത്, കൊണോട്ട് പ്ലേസ് അല്ലെങ്കിൽ പാർലമെന്റ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പിന്നെ RML ഹോസ്പിറ്റൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗൂഗിൾ പേ അല്ലെ Paytm ഇതുപോലത്തുള്ള ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളും ഈ കൊണോട്ട് പ്ലേസ്, ഈ മാർക്കറ്റ് പ്ലേസുകളിലൊന്നും തന്നെ പിന്നെ പ്രവർത്തിക്കില്ല. ATM-ലുമാണെങ്കിൽ പണം നിറക്കുന്നുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല സ്ഥലത്തും വൈഫൈ നെറ്റ്വർക്കുകൾ പോലും ഡൗൺ ചെയ്യുന്നു എന്നതാണ് പരാതി. എന്തായാലും ഒരു സുരക്ഷാ ഏർപ്പാടുകളിലും വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഡൽഹി പോലീസ് ആവട്ടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കാണിച്ച അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച വീഡിയോ ആണ് സ്വന്തം വെബ്സൈറ്റിൽ ഇന്നലെ രാത്രി മുതൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്.